സാങ്കേതികവിദ്യയിലും പ്രതിരോധ മേഖലയിലും അതിവേഗം കുതിക്കുകയാണ് ഇന്ത്യ. പ്രതിരോധ മേഖലയിൽ ആത്മനിർഭർ ഭാരതിലൂടെ ഇന്ത്യ നടത്തുന്ന മുന്നേറ്റങ്ങൾ ലോകശ്രദ്ധ ആകർഷിക്കുകയാണ്. തേജസ് യുദ്ധവിമാനങ്ങളും INS വിക്രാന്ത് പോലെയുള്ള വിമാനവാഹിനി കപ്പലുകളുമെല്ലാം ശത്രുക്കൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ശക്തിയും കരുത്തും തെളിയിക്കുന്നതാണ്. ഇപ്പോഴിതാ ഈ പ്രതിരോധ നിരയ്ക്ക് കരുത്ത് വർദ്ധിപ്പിക്കുവാൻ ഖട്ടക് പോലെയുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളും കൂടി എത്തുകയാണ്. യുദ്ധരംഗത്തെ ആധുനിക സാങ്കേതിക വിദ്യയുടെ വളർച്ചയും ഭാവിയിലെ വ്യോമയുദ്ധങ്ങളുടെ സ്വഭാവവും കണക്കിലെടുത്ത് അതിനൂതനമായ സ്റ്റെൽത്ത് ആളില്ലാ വിമാനങ്ങൾ വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ. ഏകദേശം 39,000 കോടി രൂപ ചിലവ് പ്രതീക്ഷിക്കുന്ന ഖട്ടക് കേവലം സാങ്കേതിക പരീക്ഷണം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി പൂർണ്ണ സജ്ജമായ സൈനിക പ്ലാറ്റ്ഫോമായി പുനഃക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. റിമോട്ട് പൈലറ്റ് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് എന്ന വിഭാഗത്തിലാണ് ഇപ്പോൾ ഖട്ടക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളിലും മിസൈലുകളിൽ നിന്നും വ്യത്യസ്തമായി പൈലറ്റ് ഇല്ലാതെ ശത്രുമേഖലയിൽ നുഴഞ്ഞുകയറി ആക്രമണം നടത്തുവാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പോലെയുള്ള വരും തലമുറ പോർവിമാനങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുവാൻ ഖട്ടകിന് സാധിക്കും. അത് ഇന്ത്യയുടെ ആഗോള സൈനിക ശേഷിയെ കൂടുതൽ കാര്യക്ഷമമാക്കുവാൻ ശേഷിയുള്ളതാണ്. റാഫേൽ, ബ്രഹ്മോസ് തുടങ്ങിയ വിശ്വസ്തമായ തങ്ങളുടെ അത്യാധുനിക ആയുധങ്ങളിൽ നിന്ന് ആർജിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടാണ് ഇന്ത്യ പുതിയ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയിലേക്ക് കടക്കുന്നത്. ഇതിന്റെ രൂപകൽപ്പന ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് ആഴത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുവാൻ കഴിയുന്ന വിധത്തിലാണ്. ഉയർന്ന പ്രതിരോധ ശേഷിയുള്ള വ്യോമാതിർത്തികളിൽ പോലും തടസ്സമില്ലാതെ കാര്യക്ഷമമായി പ്രവർത്തിക്കുവാൻ ഇത്തരം ആളില്ലാ വിമാനങ്ങൾക്ക് ശേഷിയുണ്ട്. DRDO വിജയകരമായി പരീക്ഷിച്ച സ്റ്റെൽത്ത് വിംഗ് ഫ്ലൈയിംഗ് ടെസ്റ്റ് ബേർഡ് എന്ന സാങ്കേതിക വിദ്യയുടെ വികസിത രൂപമാണ് ഖട്ടക്. ഓട്ടോണമസ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങൾ, ആന്തരിക ആയുധ അറകൾ എന്നിവയാണ് ഈ വിമാനത്തിന്റെ പ്രധാന സവിശേഷതകൾ. വാലില്ലാത്ത പരന്ന ആകൃതിയിലുള്ള ഫ്ലൈയിംഗ് വിംഗ് ഡിസൈൻ ഇതിന്റെ റഡാർ ദൃശ്യപരത വലിയ തോതിൽ കുറയ്ക്കുവാൻ സഹായിക്കും. 60 ഖട്ടക് UCAVകൾ ഏറ്റെടുക്കുന്നതിനായുള്ള ശുപാർശ പ്രതിരോധ മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നിലവിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ അന്തിമ അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഈ പദ്ധതി. ഇത്രയധികം ഡ്രോണുകൾ സേനയുടെ ഭാഗമാകുന്നത് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിർവീര്യമാക്കാനും ഇന്ത്യക്ക് സഹായകമാകും. ശത്രുപ്രദേശങ്ങളിലെ തന്ത്രപരമായ ലക്ഷ്യങ്ങളെ തകർക്കുവാനും ഇലക്ട്രോണിക് യുദ്ധമുറകളിൽ ആക്രമണശേഷി വർദ്ധിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് ഖട്ടക് പ്രധാനമായും നിർമ്മിച്ചിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പൈലറ്റുമാരുടെ ജീവൻ അപകടത്തിലാക്കാതെ തന്നെ അതീവ അപകടകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കാൻ ഇവയ്ക്ക് സാധിക്കും. ഇന്ത്യൻ വ്യോമസേനയുടെ വിഷൻ 2047 റോഡ് മാപ്പിൽ ആളില്ലാ സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. കർണാടകയിലെ ചിത്രദുർഗയിലുള്ള എയറോനോട്ടിക്കൽ ടെസ്റ്റ് റേഞ്ചിൽ 2023 ഡിസംബറിൽ നടന്ന പരീക്ഷണം ഈ പദ്ധതിയിലെ പ്രധാന നാഴികക്കല്ലാണ്. പൈലറ്റിന്റെയോ ഗ്രൗണ്ട് സ്റ്റേഷന്റെയോ സഹായമില്ലാതെ സ്വയം പറന്നുയരുവാനും ലക്ഷ്യസ്ഥാനത്ത് കൃത്യമായി ലാൻഡ് ചെയ്യുവാനും വിമാനത്തിന് കഴിയുമെന്ന് DRDO തെളിയിച്ചു. കാർബൺ കോമ്പോസിറ്റുകൾ ഉപയോഗിച്ചാണ് ഇതിന്റെ പ്രോട്ടോടൈപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സെൻസർ ഫ്യൂഷൻ തുടങ്ങിയ അത്യാധുനിക സംവിധാനങ്ങൾ ഖട്ടകിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യുദ്ധഭൂമിയിലെ ഭീഷണികൾ തത്സമയം വിശകലനം ചെയ്യുവാനും ആക്രമണത്തിനുള്ള മുൻഗണനാക്രമം സ്വയം നിശ്ചയിക്കുവാനും വിമാനത്തിന് സാധിക്കും. മനുഷ്യൻ നിയന്ത്രിക്കുന്ന യുദ്ധവിമാനങ്ങളുമായി ചേർന്ന് ഒരു ടീമായി പ്രവർത്തിക്കുവാനുള്ള കഴിവും ഇതിനുണ്ടാകും. തദ്ദേശീയമായ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ മേഖലയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസന മാതൃകയാണ് ഇതിനായി സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പ്രതിരോധ മേഖലയിൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുവാൻ ഇന്ത്യയെ സഹായിക്കും. ബാഹ്യ വിതരണക്കാരെ മാറ്റി നിർത്തി ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്കുള്ള വലിയൊരു ചുവടുവയ്പ്പാണ് ഇത്. ഭാവിയിലെ യുദ്ധങ്ങളിൽ ഇന്ത്യയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ഫോഴ്സ് മൾട്ടിപ്ലെയർ ആയിരിക്കും ഖട്ടക് എന്നാണ് റിപ്പോർട്ട്. സുഖോയ് 30 MKI അല്ലെങ്കിൽ AMCA പോലെയുള്ള വിമാനങ്ങൾക്ക് കമാൻഡ് സെന്ററുകളായി പ്രവർത്തിച്ച് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കുവാനും ഇവയ്ക്ക് ശേഷിയുണ്ട്.